മുന്നോടിയായ യുഹാനന്റെ ഓർമ്മയാണ് മരുഭൂമിയിൽ പ്രസംഗിച്ചവന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ ദിവസത്തെ പ്രിയോനിൽ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: മരുഭൂമിയിൽ വിതച്ചവൻ, നിർജ്ജന പ്രദേശത്ത് പ്രസംഗിച്ചവൻ. ഈ രണ്ടും നടക്കുന്ന ഇതിൽ കൂടുതൽ ശിക്ഷ ദൈവം യോഹന്നാൻ കൊടുക്കാനുണ്ട്. മരുഭൂമി വിളിച്ചുവെന്ന വാക്കിന്റെ വ്യാഖ്യാനം രാജന്മാർ കൊടുത്തതായിരിക്കണം. മരുഭൂമിയിൽ വിതയ്ക്കുന്നവനും നിർജ്ജന പ്രദേശത്ത് പ്രസംഗിക്കുന്നവനും. മരുഭൂമി വിളിച്ചാലൊന്നും ഉണ്ടാകും, അത് നമുക്ക് ഉറപ്പുള്ള കാര്യം. നിർജ്ജന പ്രദേശത്ത് പോയി പ്രസംഗിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് പറയും അവൻ വാർത്തനാണെന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളുമാണ് യോഹന്നാൻ ചെയ്തത്. അപ്പോഴാണ് നാം മരുഭൂമിയെ കുറിച്ച് പഠിക്കേണ്ടത്. മരുഭൂമി എന്ന് പറയുന്നത് ഒരു മണലിനോട് വേറൊരു മണലിനും ബന്ധമില്ലാത്ത അവസ്ഥയാണ് മരുഭൂമി. അവിടെ ഒട്ടുകയില്ല, മഴ വളരെ കുറവാണ്. അതുപോലെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന അക്കരെ പച്ച എവിടെയുണ്ട്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ അറിഞ്ഞതാണ് മരുഭൂമി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യജാതിയെ മനസ്സിലേക്കൊന്ന് ചിന്തിച്ച് 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു മാതൃഭൂമി വീട്ടിലിരിക്കാതെ 4 സാഹിത്യകാരന്മാരെ ചർച്ച ഉണ്ടായിരുന്നു. അതിന് സാധാരണ പറഞ്ഞൊരു സാഹിത്യകാരി പറയുകയാണ്, ഇന്ന് സൗഹൃദങ്ങൾ കൂടിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇവിടെയിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് എല്ലാവരും കാണും. അവരെല്ലാം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. എവിടെയെങ്കിലും നിന്നും ഇവരുടെ കൂടെ ഫോട്ടോ എടുത്താൽ ലോകത്തിന്റെ നാനാവശത്തും എത്തും. അത് അവർക്ക് മാത്രമല്ല കേട്ടോ, ഇതിനൊക്കെ അങ്ങനെ ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഇന്നലെ വീടിനെ കുറിച്ച് മനോഹര നേരത്തെ അവിടെ വീട്ടിൽ പോയി കൺവെർച്ചയുള്ളൂ. ആ കൺവെർച്ചിന് പ്രത്യേകമായ കൂടി അതിനകത്തൊരു കമ്പ്യൂട്ടറും അതിനകത്തൊരു നെറ്റും. പാവം ചെയ്യാനുള്ള എല്ലാ വീട്ടിലും മാതാപിതാക്കൾ തുറന്നിട്ടിട്ട് സുഖലോലുപരായി ഇങ്ങനെ കഴിയുന്ന ലോകം. അതല്ല ഇത് പറയുന്നത്. എനിക്ക് ചുറ്റുമൊത്തിരി കൂട്ടുകാരും ബന്ധുക്കളൊന്നും ഉണ്ടെന്ന് പറയാൻ നമുക്ക് നേരത്തെ കുറിച്ച് പറയുന്നത് സമൂഹത്തെ കുറിച്ചാണ്. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുഹൃത്ത് ബന്ധമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സുഹൃത്തും എനിക്ക് ഇഷ്ടമുള്ള തീരുമാനം. എന്റെ അടുത്തുള്ളവരെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ ഒന്നിച്ചു കൂടിയെന്ന് കഥ പറയുകയും അതിന് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത ഭവനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ വീടുകളിൽ ക്ഷണിച്ച് ചെന്നാൽ മക്കളും കൂടെ ഇരുന്ന് പോയെങ്കിൽ മൊബൈൽ അടിച്ചാകരമായി പുറത്തേക്ക് പോകുന്ന മോനെയോ മോളെയോ കാണുന്നത് പിന്നെ ഇറങ്ങാൻ നേരത്ത് പോലും കാണും. അങ്ങനെ എല്ലാവരും ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലില്ലാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നല്ല മഴ പെയ്ത് കിടക്കുന്ന ഒരു ഭൂമി കാറ്റടിച്ചാൽ, കൊടുങ്കാറ്റടിച്ചാലും അവിടുത്തെ മണ്ണ് ഇളകി വരികയും, അതേസമയം മരുഭൂമി ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ കിടക്കുന്ന മണല് കാറ്റടിച്ചാൽ മരുഭൂമിയുടെ കണ്ടൊക്കെ ഒട്ടകത്തിനും അതേ യാത്ര ചെയ്യുന്ന മനുഷ്യനും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഏസിക്കാരായ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കാർ കൂടിപ്പോലും മാത്രമേ ഉള്ളൂ മരുഭൂമിയുടെ പോകുന്നത്. ഇതാണ് അന്ന് കർത്താവിന്റെ ആ കാലത്തെ കർത്താവിന്റെ ആ അന്നത്തെ നാട്ടിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ടാണല്ലോ ഒരു നീതിമാനായ ഒരുവനെ യാതൊരു വിസ്താരവും കൂടാതെ തലച്ചേരിക്കുവാൻ അന്നത്തെ ദേശാധിപതി കഴിഞ്ഞില്ല. അതുപോലെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വഴിയൊരുക്കുവാനായിട്ട്, നീർച്ചാലുകൾ വെട്ടിത്തെളിക്കുവാനായിട്ട്, സ്നേഹത്തിന്റെ സാമ്രാജ്യം പ്രസംഗിക്കുവാനായിട്ട്
ഇന്നും നമ്മുടെ ഇടയിലുള്ള ഈ അകൽച്ച, സ്നേഹമില്ലായ്മ, കരുതലില്ലായ്മ, മറ്റുള്ളവരെ കുറിച്ച് വേദനയില്ലായ്മ, ഇതെല്ലാം നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, കുട്ടികളെല്ലാം അച്ഛനായിരിക്കുമ്പോൾ വടക്കഞ്ചേരിയിലെ വീട്ടില് മാമോദിസായിക്ക് പോവാ, വെളുപ്പിനെയാ പോകുന്നത്, ഞാനാ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരാളുടെ ദേഹത്തെ സൈഡിലും കണ്ട് കണ്ണാടി മുഖ്യമന്ത്രി തോന്നിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഭക്ഷ്യമൊന്നും ചോദിച്ചു. അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ ആരെയും തട്ടിയില്ല, ഇതിന് എന്നോട് വച്ചിട്ടില്ല, ഇതും പറ്റുമെന്ന് പറയാൻ ചോദിക്കാൻ പോയത് അന്നതാണ്. അട്ട 5-6 പേര് വന്നു. അവരെല്ലാവരും എന്നെ കൊണ്ടുപോയി. അവര് പറഞ്ഞു കൊണ്ടുപോകണം, ആശുപത്രി കൊണ്ടുപോകണം, എന്റെ എല്ലാ പരിപാടി അവിടെ നിർത്താതെ പോയിരിക്കും. അങ്ങനെ ഒപ്പം പറഞ്ഞ് പോയിരിക്കും. ഈ കുഴപ്പമൊന്നുമില്ല. ഇന്ന് സ്നേഹം പറ്റി വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലില്ലാത്ത, കുടുംബത്തിൽ പോലും സ്നേഹമില്ലാത്ത ഒരു വൃത്തത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്ത് തലപൊക്കി നോക്കി അവിടെ സ്വതോപൂർവമായി കണ്ടപ്പോൾ ലോകത്തിന് മനസ്സിലാകുന്നതറിയാമോ? ദൈവത്തിന്റെ നോട്ടം പോലെ. നമ്മുടെ കുഞ്ഞു കേരളം എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്വന്തം, എല്ലാ പടരിയാളികളുള്ള സ്വന്തം നാട്. ഒരു കാര്യവും ആരെയും കൊണ്ട് ചെയ്യിക്കാത്ത സ്വന്തം നാട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആൻഡമാൻസുകാരെ വിട്ടിട്ട് പോയി. അവിടെ ഞാൻ അസീപ്രയിൽ ഒരു പേര് നല്ല യാത്രയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത സ്ഥാപനം. അവിടെ ഞാൻ ചോദിച്ചു, വല്ല മീനും ചത്തു പോകുന്നുണ്ടോ? അവിടെ ഒരു മീനും ചത്തു പോകുന്നില്ല. അവിടെ മുഖവുമാർ യാതൊരു തടസ്സവുമില്ല. നമ്മുടെ നാട്ടിലും ഒരു സീപ്രയിൽ കുറച്ചാളുകൾ ഇറങ്ങി 7.5 കോടി നഷ്ടത്തിൽ വിറ്റു എന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്. ഒരു നന്മയും ആരിൽ നിന്നും പുറപ്പെടുവിക്കാത്ത, ഒരു നന്മയും ചെയ്യാത്ത മരുഭൂമിയുടെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളായിട്ടാണ്. നിങ്ങളും ദൈവത്തിന്റെ ഉത്തമ മക്കളായിരിക്കാൻ കാക്കന്മാരെ ഓർക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ട്. ഇന്നത്തെ സന്ധ്യയുടെ വായനയിൽ പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരിക്കും. നമ്മുടെ അവസ്ഥ, നമ്മുടെ ചിന്താഗതി, മുതിർന്നവരായ ഞാനും പിള്ളേരെ പോലെ ചിന്തിക്കാനും തമാശ പറയാനും തുടങ്ങിയാൽ നമുക്ക് ഇന്ന് എത്താനാകും. എന്ത് ചെയ്യണം? നമ്മുടെ ഈ തലച്ചോറിനകത്ത് ആവശ്യമില്ലാതെ സേവ ചെയ്തിരിക്കുന്ന മുൻവിധികളും വാശികളും വൈരാഗ്യങ്ങളും എല്ലാം മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാതെ വാക്കുകൊടുക്കാൻ തക്കവണ്ണമായി തീരുവാനാണ് നിങ്ങൾക്ക് ജനിച്ച ശിശുക്കളെ പോലെ ആയി തീരുവാനും നമ്മളോട് പറഞ്ഞത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്ലേറ്റിലിടും, എഴുതി കൈകൊണ്ട് തുടയ്ക്കും, പിന്നെ ഒത്തിരി വെളിവായിരുന്നു, കയ്യിൽ കരുതായ ഭക്ഷിത്തണ്ടെടുത്തൊരു തുടയ്ക്കും. എന്ത് ക്ലിയർ ആയിരിക്കും സ്ലേറ്റെന്നറിയാമോ എന്ന് പറഞ്ഞ ഈ തലച്ചോറിന് ആവശ്യമില്ലാതെ കൈക്ക് വെച്ചിരുന്ന വൈരാഗ്യവും ബാക്കിയും ദുഷ്ടതയും എല്ലാം മാറ്റി വിശുദ്ധമായിരുന്നു നല്ലത് കേൾക്കുവാൻ, നല്ലത് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടവരണം എന്ന് കർത്താവ്. അവിടെ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായി നയിക്കുവാൻ, ശിശുക്കളെ പോലെയായി തീരുവാൻ, ദൈവത്തിന് ഉത്തമ മക്കളായി തീരുവാൻ ഈ യോഹന്നാൻ മാമദാനായുടെ മരുഭൂമിയിൽ പ്രസവിച്ചവന്റെ, നിർജ്ജനമായി പ്രദേശത്തെ വിതച്ചവന്റെ ആ വാക്കുകൾ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ, മധ്യസ്ഥ അനുഗ്രഹമായിരിക്കട്ടെ, കാക്കന്മാരോടും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ദിവ്യാധികാരത്താൽ അവരെ അനുഗ്രഹിക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സമ്പത്തിലേക്ക് പ്രവേശിച്ചു കൊടുക്കുവാനായും തന്റെ പ്രിയപ്പെട്ട നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിനെ സ്തുതിക്കും. ായ മാപ്പിൻപാവയുടെയും മാർത്തമാത്രയും ഓർമ്മയും ഞങ്ങളുടെ ആവശ്യമാരും സ്തുതി ബഹുമാനവും ആരാധനയ്ക്ക് അയോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ താൽക്കാലികമായി ആയിക്കൊള്ളുന്ന വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ആചാര്യന്മാരെയും പ്രത്യേക ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വെളിപ്പെടുത്തൽ ആചാര്യരെ ചെയ്തിട്ടുള്ള ഭാഗ്യമുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള പാതാളത്തിൽ അതിവേദനയിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കണമേ. ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയങ്ങളിലും ദൈവിക ധ്യാനത്തിലും ഇമ്പപ്പെടുവാൻ അവരെ യോഗ്യരാക്കണമേ. അവർ ദീർഘദർശിമാരോടുകൂടെ ആനന്ദിക്കുവാനും സ്ത്രീകന്മാരോടുകൂടെ സ്തുതിക്കുകയും പുണ്യമുള്ള ആചാര്യന്മാരോടുകൂടെ വാഴ്ത്തുകയും സ്തുതിയുവാക്കപ്പെട്ട ശുശ്രൂഷക്കാരോടുകൂടി ഇടപെടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാനമായി പ്രകാശത്തിന്റെ മക്കളോടുകൂടെ മുമ്പാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ പരിശുദ്ധവും സഹായിക്കും. സ്തുതിയും Oh
ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ ഉയർന്നതിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപരിഹാരപ്രദമായ പീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപരിഹാരം പാപമോചനത്തിനും ഞങ്ങളെല്ലാം ദൈവമേ തിരുമുമ്പാകണോപരിസ്ഥിതിക്ക് വേണ്ടി വിലയിരുത്താൻ നമുക്ക് പാർക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സമൂഹത്തെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ നൽകുന്നവരും പരിശ്രമിക്കാൻ സംബന്ധിച്ചുള്ളവരും സംബന്ധിക്കാനുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ പാലം ചെയ്തു വന്ന പുണ്യപ്രദമായ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷകമായ ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകോപത്തിന് മൂലം നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും മാർഗത്തിനുമാകുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം വീണ്ടും നിന്റെ ആഗ്രഹത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീടിയാക്കരുതേ. ഞങ്ങൾ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നും അർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നിന്നവതാരം
മന്നിലെങ്ങും മുന്നറിയിച്ചൊരു നിബിയന്മാരും നിധിയതാം ദേവി തന്നോട് നികടെ മധ്യാഹ്നത്തിൽ മിന്നും താരക യുഹാനോരും പ്രാർത്ഥിക്കുന്നു. കെട്ടൊഴിവായൊരു നാവായോ ഈശ്വരി വാഴ്ത്തി തന്നാൾ പേരായൂഹനോനെ വിട്ടൊരു നാഥ തത്വജനത്തിൻ ശരണിൽ നിങ്ങളെ നിർത്തി ഗണമേ. ഈ കർത്തൃമേശ്വരൻ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോട് വഴിയാഹാരങ്ങളോടുകൂടി വിശുദ്ധി മഹോത്സവ നൃത്തത്തിലുകൾ നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. ദുരസന്മാരോടുകൂടെ സമീപത്തിലും ചിലരോടുകൂടി നിങ്ങളോട് കർത്താവിന്റെ ദേവനസ്നേഹമായ വിശുദ്ധ മാമോദീസ ഘോഷണയാൽ ഈ തൃത്വം നമ്മുടെ കടകളെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുന്നു. വിശ്വാസങ്ങളുടെ ആത്മാക്കളെ ആശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കടയിൽ സഹായം ലഭിക്കുന്നതാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ഉല്ലസിച്ച് സമാധാനത്തോടെ പോകുന്നു. എന്നേക്കും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പല ജനന്മാരെയും വിളിച്ച് വീട്ടിലിട്ടു. എല്ലാവരും കൊടുക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ വിളിച്ച അവസരത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഇതിന് സ്വന്തം ഒരു 4 മണി വരെ പ്രാർത്ഥന അനുവൻ രാവിലെയാണ്. അദ്ദേഹം 6 കലാസമയത്ത് പ്രത്യേകിച്ച് പിന്നോട് ഇഷ്ടമാക്കി വെച്ച വിളിച്ച നമ്മുടെ പിതാവിനെ തുടങ്ങി വെച്ച ഇതിനുള്ളതായ സാമൂഹിക തലത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺഡേ സ്കൂളിന്റെ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ അസോസിയേഷൻ കോട്ടയം ക്ലാസ്സിന് ബഹുമാനപ്പെട്ട അധ്യാപകരെ
സഭയുടെ ആരംഭം മുതൽ കാവടിയായും പരമൊഴിയായും വേദവൻ സഭയിൽ നിന്നു. എന്നാൽ ഇന്നത്തെ രീതിയിൽ ക്രമീകൃതമായ പാഠ്യപദ്ധതികളോടെ OSSI എന്ന പേരിൽ ആരംഭിച്ചിട്ട് 2014 50 വർഷം പൂർത്തിയാക്കുകയാണ്. സൺഡേ സ്കൂൾ സംസ്ഥാനത്തിലെ കൂടെ നോട്ടീസോടുകൂടി സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ മേഖലാതലത്തിൽ ഇതിനുള്ള റെക്കോർഡുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ കോടതി മദ്രാസ് ഉദ്ഘാടനം 2013 ഡിസംബർ മാസം 15-ാം തീയതി നഗരസഭയുടെ രണ്ടാമത് അഫേരിയോസ് സർവന്മാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ആ പിതാവ് അന്വേഷണം കൊള്ളുന്ന വഴിപാടുണ്ടായി വെച്ച് ഉച്ചയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതാണ്. കോട്ടയം പ്രകാശനത്തിലെ മുൻ ഡയറക്ടർമാർ, സെക്രട്ടറിമാർ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർമാർ, സെക്രട്ടറിമാർ, ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഭാരവാഹികൾ, അധ്യാപകർ, 10-12 ക്ലാസ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മുൻ വർഷങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ സൺഡേ സ്കൂൾ വിജ്ഞാനി, പ്രതിഭ, ഗാനസമിതി, പ്രവീൺ തുടങ്ങിയ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുള്ളവർ മത്സര പരീക്ഷകളിൽ അഖില മലങ്കര സമ്മാനാർത്ഥം സോണ വിജയികൾ എന്നിവരെ എല്ലാവരെയും ഈ സമ്മേളനത്തിൽ എൻ്റെ സാധനങ്ങൾ എന്നാൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഫുട്ബോൾ മദ്രാസനത്തിൻ്റെ അഭിമന്യ അതുപോലെ തന്നെ കോട്ടയം മർത്തവലയം സമാജത്തിൻ്റെ ഒരു സമ്മേളനം ഇവിടെ പ്രധാനമന്ത്രിച്ച് പതിവുണ്ട്. അത് ഒരു ശനിയാഴ്ചയാണ്. ഇന്ന് രാവിലെ അഭിമന്യ ദീപോദസ്വണ്ട് സ്ഥിരമായ ആഗ്രഹമായും ഇപ്പോൾ സ്വീകരിച്ച് ഇത് പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം നമ്മുടെ വീട്ടിലെ പറയാൻ ഒരു കവിയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിലുള്ള പുസ്തകം ീമതാവാൻ വിശ്വാസികളിലും ഒപ്പം ശിക്ഷയും ഗവൺമെന്റ് പുണ്യസ്ഥലങ്ങളിലൂടെ 4 പുണ്യസ്ഥലങ്ങളിലൂടെ 5 കോടതിയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന 6 അവതാരം പഠിച്ചെടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ഭാവനയാണ്. അത് ഇവിടെ പുസ്തകത്തിന് വേണ്ടി സംഭാവന പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും വാങ്ങിച്ച് വായിക്കുന്ന പ്രത്യേകിച്ചാണ് ഈ പുസ്തകം പ്രവർത്തിച്ചുകൊണ്ട് പ്രകാശിക്കുന്നത്. ഞാൻ കുറച്ചെത്തനായിട്ട് ഉള്ളപ്പോൾ അത് വലിയ മനുഷ്യനായിട്ട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു. ഞങ്ങളുടെ പ്രായനേക്കാൾ മൂത്താണ് ഞങ്ങളെല്ലാവരെയും കല്യാണത്തിൽ നടന്നിരുന്നു. ഒത്തിരി കാരണമാണ് നിങ്ങളോടൊപ്പം എന്താണെന്ന് എനിക്കിപ്പോഴും പിടിയില്ല. അവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഒത്തിരി സ്നേഹവും ഒത്തിരി പ്രിയമുള്ള കുറേ മനുഷ്യരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇത്. ആ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്തുണയുന്നു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കുറേ ഭാഗങ്ങളും മാറ്റി നിർത്താൻ പറ്റിയില്ല. ചെറിയ പുസ്തകമാണ്. മുഴുവനി മടിയനായതാണോ എന്ന് വിചാരിക്കരുത്. വായിച്ചു തുടങ്ങി പിന്നെ ഇത് മാറ്റി പിന്നെടുക്കാൻ വിട്ടുപോയതാണ് പറ്റിയത്. ഇങ്ങനെ മാറ്റിയെടുത്തോളം ഭാഗം വളരെ നന്നായിരിക്കുന്നു. ഒരു ഗ്രന്ഥകാരൻ എന്ന വലിയ ആത്മാവിൽ തോന്നിയതായ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇതിനകത്ത് എഴുതിച്ചേർത്തിരിക്കുന്നു. നിങ്ങളുടെ ധ്യാനത്തിനും പഠനത്തിനും ഇത് നന്നായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇത് എഴുതിയ ഗ്രന്ഥകർത്താവ് കൂടുതൽ പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഈ ധാരായുടെ വരവിലേക്കായിട്ട് ചെയ്തിരിക്കുന്നത് അതും അനുഗ്രഹമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർവാഹത്തിൻ്റെയും വൈകുണ്ഠത്തിൻ്റെയും നിങ്ങൾ എല്ലാവരുടെയും
ബഹുമാനിക്കുന്ന എൻ്റെ യുവസ്ത്രീകന്മാരുടെ അനുവാദത്തോടെ ഞാനിത് പ്രകാശനം ചെയ്യുന്നു. ആചാര്യന്മാരും അഗ്നിമാരും നിന്റെ വിശുദ്ധമന്ദിരപ്പിക്കല്ലേതല്ലാതെ ദാവീദിൻ മൂലം നിർമ്മലമദ്ബഹായിൽ കർത്തൃ
എഴുന്നള്ളുക സാക്ഷാ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപ്പോ സഭതന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യൂഹാനോൻ പോൽ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ. ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ശിക്ഷകളെ വലിച്ചിടും നിൻ നാമത്തിൽ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും പെരുന്നാളിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളോടുകൂടിയും ഇതിനോടൊപ്പമായ അധികമായ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടുകൂടിയും ഇതിന് വന്ന് സംബന്ധിക്കുന്നവരോട് ഇപ്പോഴും എല്ലാ സമയത്തും എന്നാളും ഉണ്ടായിരിക്കുന്നവരാകട്ടെ.